ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരച്ചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ആചാര്യശ്രേഷ്ഠർ, മുഖ്യ അഡ്മിൻ, മറ്റു അഡ്മിന്മാർ, കുഞ്ഞുമക്കൾ, ഈ പഠന ഗ്രൂപ്പിലെ ജിജ്ഞാസുക്കളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടകം 1 മുതൽ കന്നി 5 വരെ ഈ ഗ്രൂപ്പിലൂടെ നടന്നു വരുന്ന ആത്മോപദേശ ശതക മഹായജ്ഞത്തിൽ ഇപ്രാവശ്യവും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞു. ആത്മോപദേശ ശതകം എന്നത് ഒരു ശാസ്ത്ര ഗ്രന്ഥമാകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീതയിലൂടെ ഉപദേശം നൽകിയതുപോലെ മഹാഗുരുവിൻ്റെ ആത്മാനുഭൂതി 100 മന്ത്രങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ഒരു മഹാസ്തോത്രകാവ്യമാണ് ആത്മോപദേശ ശതകം. ഗുരുവിൻ്റെ സ്വാനുഭവം, അതായത് തന്നോട് തന്നെ നൽകുന്ന ഒരു ഉപദേശം. ഒരു കൃഷിയിൽ ആനുഭൂതിക ജ്ഞാനം വിടരുന്നത് എങ്ങനെയാണ്? അദ്വൈതത്തിൻ്റെ ഏകബോധത്തോടുകൂടി ദാർശനിക മണ്ഡലത്തിൽ ഒതുക്കി നിർത്താതെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കും വ്യാപിപ്പിക്കുക എന്നതാണ് ഈ കൃതിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിവിടെ എനിക്കായി മനനം ചെയ്യാൻ ലഭിച്ചിട്ടിരിക്കുന്ന മന്ത്രങ്ങൾ 53 54 ആകുന്നു. 53-ാം മന്ത്രം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്ലോകം 53. ഇതിലെഴുമാദിമശക്തിയിങ്ങു കാണുന്നിതു സകലം പെറുമാതി ബീജമാകും മതിയതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം. മന്ത്രം ഒരിക്കൽ കൂടി. ഇതിലെഴുമാദിമശക്തിയിങ്ങു കാണുന്നിതു സകലം പെറുമാതി ബീജമാകും മതിയതിലാക്കി മറന്നിടാതെ മായാമതിയറുവാൻ മനനം തുടർന്നിടേണം. ഇതിൻ്റെ അന്വയം: സ്വയം പ്രകാശിതമായ ഈ അറിവിൽ നിന്നും ആവിർഭവിക്കുന്ന ആദിമമായ ശക്തി, അതായത് ഇവിടെ നാമരൂപാത്മകമായി കാണുന്ന ഇതിനെ എല്ലാറ്റിനെയും പ്രസവിക്കുന്നത് ആദിമമായ ഒരു ബീജമാണ്. ബുദ്ധിയെ ആ ആദിമ ബീജത്തിൽ ഉറപ്പിച്ചു നിർത്തി ആദിമ ബീജത്തെ മറക്കാതെ മായ കൊണ്ട് വന്നു ചേർന്ന ഭ്രമബുദ്ധി അവസാനിക്കുന്നതിനു വേണ്ടി തുടർച്ചയായി നാം എല്ലാം മനനം ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് ഇതിൻ്റെ അന്വയം. ഇതിൻ്റെ താല്പര്യത്തിലേക്ക് കടക്കുമ്പോൾ, അറിവ് നിശ്ചേഷ്ടമല്ല, അത് സ്വയമേ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകാശിക്കുക എന്നാൽ ക്രിയാത്മകമായിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി വേണം. അറിവിൽ തന്നെ ഇരിക്കുന്ന സഹജമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ആവേഗം കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആദിമശക്തിയെ പ്രപഞ്ചത്തിന്റെ ആദി കാരണമായിട്ട് ഋഷിവര്യന്മാർ എണ്ണിപ്പോരുന്നുണ്ട്.
ഇതു സകലത്തിനും, അതായത് എല്ലാത്തിനും അമ്മയാണ്. ഈ അമ്മയാണ് പ്രപഞ്ചത്തെ പ്രസവിക്കുന്നത്. സകലം പെറും ആദിബീജം എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നത്. ഈ ആദിമാതാവിൽ തന്നെ നമ്മൾ ബുദ്ധിയെ ഉറപ്പിക്കണം. അതൊരു സമർപ്പണമായിട്ട് തന്നെ വേണം. ഗുരുവിന്റെ ഭക്തി ദർശനം ഇങ്ങനെയാണ്. അത് ആദിബീജാനുസന്ധമാണ്. നമ്മളെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഭക്തിയല്ല അത്. ആദിമജനനിയെ ഒരു നിശ്വാസത്തിൽ പോലും മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു ഭക്തിയായിട്ട് തന്നെ അതിനെ ഭഗവാൻ നമുക്ക് ഈ മന്ത്രത്തിലൂടെ കാണിച്ചു തരികയാണ്. നമ്മൾ ഓർക്കുന്നത് ഒരു വിഷയത്തെ അല്ല, വിഷയാധിഷ്ഠാനത്തെയാണ്. മിക്കവാറും നമ്മളിലൊക്കെ അബോധത്തിന്റെ ഇരുണ്ട തള്ളിച്ചയിൽ ആത്മവിസ്മരണത്തിന് ഇടവരാറുണ്ട്. അപ്പോഴൊക്കെ ബോധപൂർവം ആത്മസ്മൃതിയെ തിരികെ നമ്മൾ സ്ഥാപിക്കേണ്ടതാണ്. നമ്മുടെ ബുദ്ധിയെ മായാമോഹങ്ങൾക്ക് എളുപ്പം വശകമാക്കുന്നതാണ് അത്. എത്രമാത്രം പരിശ്രമത്തോടുകൂടി മനനം ചെയ്താലാണ് സകലം പെറുമ എന്ന് പറഞ്ഞാൽ സകലത്തിനും അമ്മയായ ആ ആദിബീജത്തിൽ ബുദ്ധിയെ മെരുക്ക് നിർത്താൻ കഴിയുന്നത്. അതിനുവേണ്ടി നമ്മൾ എല്ലായ്പ്പോഴും മനനം ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ശ്ലോകം 54 മന്ത്രം. ഉണരുമവസ്ഥയുറക്കിലില്ലുറക്കം പുനരുണരുമ്പോഴുതും സ്ഫുരിക്കുവില അനുദിനമിങ്ങനെ രണ്ടുമാതിമായ വനിതയിൽ നിന്നും പുറന്നു മാറിടുന്നു. ഇതിന്റെ അന്വയം എടുക്കുമ്പോൾ ഉണരും അവസ്ഥ, അതായത് ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉറക്കത്തിലില്ല. ഉറക്കം എന്ന് പറയുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥ. വീണ്ടും പുനർ ഉണരുമ്പോഴുതും എന്ന് പറയുമ്പോൾ വീണ്ടും ഉണരുമ്പോഴും. സ്ഫുരിക്കുവീല, അതായത് ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അനുദിനം, ദിനം തോറും, അതായത് ഓരോ ദിവസവും ഈ രണ്ടവസ്ഥകളും, ഇങ്ങനെ രണ്ടും എന്ന് പറയുമ്പോൾ ഈ രണ്ടവസ്ഥകളും ആദിമായ വനിതയിൽ നിന്ന്, അതായത് ആദിമായാകുന്ന വനിതയിൽ നിന്ന് എന്ന് പറയുമ്പോൾ അമ്മയെന്ന് തന്നെ അർത്ഥം ഇവിടെ എടുക്കാം നമുക്ക്. പുറന്നു എന്ന് പറയുമ്പോൾ പിറന്ന്, മാറിടുന്നു, അതായത് വൈരുദ്ധ്യമുള്ളതായി തീർന്നിടുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അന്വയം. ഇതിന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഉറക്കം, എന്താണ് ഉണർവ്. പക്ഷെ നമുക്ക് ആർക്കും അതിനൊരു പെട്ടെന്ന് നിർവചനം കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ഗുരു ഈ വാക്കുകൾക്ക് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മളിൽ ആരും തന്നെ ഉറങ്ങാത്തവരായിട്ടില്ല. എല്ലാവരും ഉറങ്ങുന്നു ദിനം തോറും. ഉറക്കത്തിൽ എന്താണ് അനുഭവം, നമ്മൾ അതിനെ ഒന്നും അറിയുന്നില്ല എന്നതാണ് അനുഭവം. അറിയുന്നില്ലെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു സുഖം ലഭിക്കുന്നുണ്ട്. സുഖമില്ലെങ്കിൽ ആർക്കും ഉറങ്ങാനും തോന്നുകയില്ല. ഉറക്കത്തിൽ ലോകാനുഭവങ്ങളുടെ അഭാവം ഉണ്ടെങ്കിലും ആത്മാവിന്റെ സ്വരൂപമായ ആനന്ദം അപ്പോൾ പ്രകാശിക്കുന്നുമുണ്ട്. എന്നാൽ അറിയുന്നവനെ ഞാൻ ഏതോ ഒരു കറുത്ത മൂടുപടത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഉണർന്നെണീക്കുന്നത് വരെ ഞാൻ ആത്മാവിന് സുഖം അനുഭവിക്കുന്നു എന്നത്
ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ദ്രിയവും മനസ്സും പ്രവർത്തന നിരതമാകും. അപ്പോൾ ഉള്ളിലുള്ള ഇരുളിമയെല്ലാം മാഞ്ഞു പോവുകയും വസ്തുക്കളെയും വസ്തുതകളെയും സ്പർശിച്ചും ശ്വസിച്ചും ചിന്തിച്ചുമൊക്കെ അറിയാൻ തുടങ്ങും. ഉണർന്നിരിക്കുമ്പോൾ ശരീരത്തിന്റെ വിശപ്പും ദാഹവും മനസ്സിന്റെ ജിജ്ഞാസയും ഒക്കെ ശമിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്ന ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിലാണ്, ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിലാണ് എന്ന് തന്നെ പറയാം. എണ്ണമറ്റ രൂപങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം നമ്മളിലാണ് അത്ഭുതത്തെ ഉണ്ടാക്കി വെക്കുന്നത്. ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ കറുപ്പിനും വെളുപ്പിനും ഇടയിൽ വരുന്ന പല പല വർണ്ണങ്ങളുടെ ചേരുവകൾ കൊണ്ടാണ് ചിത്രകാരൻ മാസ്മരികമായ ഒരു ചിത്രത്തെ വരച്ചു വെക്കുന്നത്. അതുപോലെ ഈ രണ്ട് അവസ്ഥകളിലേക്ക് ബോധം ഉയർന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സുഖവും ദുഃഖവും മറ്റെല്ലാ വൈകാരികതയും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. ഇത് ഒരു മായാ വനിതയിൽ നിന്നാണ് അനുദിനമെന്നോണം ഇരുളും വെളിച്ചവും മാറി മാറി ജനിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അറിവിന്റെ കേവല സ്വരൂപത്തിൽ നിന്നുകൊണ്ട് ഉറക്കത്തിനെയും ഉണർവിനെയും നോക്കിക്കാണുവാൻ കഴിയുന്ന ഒരു പൂർണ്ണ ജാഗരിതം സംഭവിക്കുന്നവരെ നമ്മുടെ സത്യജിജ്ഞാസയെ ഉപശമിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം. എനിക്ക് ഈ രണ്ട് മന്ത്രങ്ങളും ഇവിടെ മനനം ചെയ്യുന്നതിന് വേണ്ടി അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെയും നമ്മുടെ അമ്മത്തമ്പുരാട്ടിയായി ശിവഗിരിയിൽ വാഴുന്ന ശാരദാദേവിയുടെയും പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷ്യാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം ഗുരുഭ്യോ നമഃ. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ.